മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ 2 ദിവസമായിട്ട് ജേർണലൈസിംഗ് എന്താണെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് പോയി. അടുത്ത ദിവസം നമ്മൾ അതിൻ്റെ പോസ്റ്റിംഗ് പഠിക്കും. അതായത് നമ്മൾ അക്കൗണ്ടുകൾ വരച്ച് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നതിനാണ് പഠിക്കുന്നു പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പോസ്റ്റിംഗ് പഠിക്കുന്നതിന് വേണ്ടി ഞാൻ ബോർഡിൽ ഒരു ചെറിയ പ്രോബ്ലം ഇട്ട് അതിൻ്റെ ആൻസറും ഞാനിവിടെ ജേർണലൈസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ ഒന്നുകൂടെ വേഗം പറഞ്ഞു പോകാം. എന്നിട്ട് ഈ ജേണൽ നോക്കി നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ടുകൾ വരച്ച് അതിനെ പോസ്റ്റ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഇത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ കൈവശം നമ്മൾ ചെയ്തിട്ടുള്ള കണക്കുകളാണ്. നിങ്ങളല്ലാതെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, വേറെ ചില കണക്കുകളൊക്കെ എടുത്ത് ചെയ്തിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ കണക്കുകളും എല്ലാം ഇതുപോലെ എന്ത് ചെയ്യണം, നിങ്ങൾ പോസ്റ്റ് ചെയ്ത് പഠിക്കണം. ഈ അക്കൗണ്ടൻസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം നമ്മൾ എന്ത് ചെയ്ത് പഠിച്ചാലേ ഉള്ളൂ, എഴുതി പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലിരിക്കൂ. പരീക്ഷയ്ക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ പറയുമ്പോൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇത് നമ്മൾ എഴുതുമ്പോൾ മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവൂ. അതുകൊണ്ട് ചെയ്യുന്ന പ്രോബ്ലങ്ങളെല്ലാം ഒരു 5 പ്രാവശ്യമെങ്കിലും നമ്മൾ മാത്സ് എഴുതി പഠിക്കുന്ന പോലെ ഒരു 5 പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യണം, ഇത് എഴുതി പഠിക്കേണ്ടത് അത്യാവശ്യ ഘടകമാണ്. അത് ഓർമ്മിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോബ്ലങ്ങളൊക്കെ പഠിക്കുന്നത്. ഏത് പ്രോബ്ലം ചെയ്ത് പഠിച്ചാലും ആ കണക്കുകൾ ഒരു 5 പ്രാവശ്യം എഴുതി പഠിക്കുക. അതുപോലെ സിമിലർ ആയിട്ടുള്ള കണക്കുകൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് എന്ത് ചെയ്യുക, ആൻസർ ചെയ്ത് പഠിക്കുക. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വരരുത്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഇതാണ് എന്ത്, അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇതറിയില്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്നാണ് ഇനി ബാക്കി ഡെവലപ്പ് ചെയ്ത് പോകുന്നത്. അപ്പോൾ പരമാവധി കണക്കുകൾ എടുക്കുക, അത് എന്ത് ചെയ്യുക, ചെയ്തു നോക്കുക. ഈ കാര്യം എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം എന്ത് ചെയ്യുക, തിട്ടമാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ പറഞ്ഞു പോകാൻ അല്ലെങ്കിൽ പഠിച്ചു പോകാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ കുറേ ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ട്രാൻസാക്ഷൻ. നമുക്ക് ഇപ്പോൾ ക്ലാസ് റൂമിൽ മാത്രമേ തരികയുള്ളൂ. നമ്മളൊരു ജോലി സ്ഥലത്ത് തരികയാണെങ്കിൽ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻസ് ഒന്നും അവിടെ തരില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നത്, മനസ്സിലാക്കി എടുത്തിട്ട് നമ്മുടേതായ ഭാഷ, ഇതാണ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുന്ന ഭാഷ, ആ ഭാഷ മനസ്സിലാക്കിയിട്ടുള്ള എന്ത് ചെയ്യുക, ജേർണലൈസ് ചെയ്യുക. ഇവിടെ നമുക്ക് വൗച്ചറുകളോ അല്ലെങ്കിൽ അതുപോലുള്ള സോഴ്സ് ഡോക്യുമെന്റോ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് പകരം എന്ത് ചെയ്യുന്നു, കുറേ ട്രാൻസാക്ഷൻസ് തരികയാണ്. അവിടെ അങ്ങനെയല്ല, ട്രാൻസാക്ഷൻ തരില്ല, പകരം സോഴ്സ് ഡോക്യുമെന്റ്. ഉദാഹരണം ഞാൻ പറഞ്ഞ പോലെ എന്താണ്, സാധനങ്ങൾ വാങ്ങിച്ചാൽ ആ വാങ്ങിക്കുന്ന ആൾ ആ സാധനം ഇവിടെ കൊണ്ടുവരും, എന്ത് കൊണ്ടുവരും, ഒരു ഇൻവോയ്സ് കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ കൊണ്ടുവരുന്നത് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തത്, അരുൺ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഇതാണ് ഫസ്റ്റ് ട്രാൻസാക്ഷൻ. അരുൺ എന്ന് പറയുന്ന ആൾ ഒരു ബിസിനസ് ആരംഭിച്ചു, 1 ലക്ഷം രൂപ ബിസിനസ് ആരംഭിച്ചു. അപ്പോൾ ഇതിന്റെ റൂൾ നമ്മൾ നേരത്തെ പറഞ്ഞു വയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന്റെ റൂൾ എന്ന് പറയുന്നത്, നമുക്ക് അറിയാവുന്നത് ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഇവിടെ ഡെബിറ്റ് ക്രെഡിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ജോലി. ആ ജോലി നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, എങ്ങനെ നമ്മൾ ഓർമ്മിക്കുന്ന നോക്കേണ്ട. അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, എക്സ്പെൻസ്, ഇൻകം, ഈ 5 കാര്യങ്ങളുള്ള കാര്യം പഠിച്ചിട്ടുണ്ട്. അസറ്റ് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുക, ഡിക്രീസ് ചെയ്ത് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. ലയബിലിറ്റി നേരെ തിരിച്ചാണ്. ക്യാപിറ്റൽ അതുപോലെ തന്നെയാണ്. എക്സ്പെൻസ് ഇൻക്രീസ് ഡിക്രീസ്, ഇതുപോലെ എന്താണ്, ഡിക്രീസ് ഇൻക്രീസ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ ബോഡിയിൽ നിന്ന് എഴുതിയിട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ റൂൾ അനുസരിച്ച് ഞാൻ ഇതിന് ജേർണലൈസ് ചെയ്യാം. അപ്പോൾ അരുൺ എന്ന് പറയുന്ന ആൾ ബിസിനസ് ആരംഭിക്കുക. അപ്പോൾ നിങ്ങൾ അരുണിന്റെ കടയിൽ ഇരിക്കുകയാണ്. അരുണിന്റെ കടയിൽ ഇരിക്കുമ്പോൾ അരുൺ എന്ന് പറയുന്ന ആൾ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി 1 ലക്ഷം രൂപ കൊണ്ട് വരികയാണ്. ആ 1 ലക്ഷം രൂപ കൊണ്ട് വരുമ്പോൾ ഇവിടെ എന്ത് കിട്ടി, 1 ക്യാഷ് കിട്ടി, 2 നിങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ആര് തന്നു, അരുൺ തന്നു. അരുൺ ആരാണ് ഇതിന്റെ ഉടമസ്ഥൻ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ 6 ഗ്രൂപ്പിനകത്താക്കണം. 5 ഗ്രൂപ്പിനകത്താക്കണം. ക്യാഷ് നമുക്കറിയാം അസറ്റ്. ഈ അസറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന 1 ലക്ഷം രൂപ കൊണ്ട് വരുമ്പോൾ 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞ ബിസിനസ്സിലേക്ക് ആദ്യമായിട്ട് വരികയാണ്. അപ്പൊ ആ അസറ്റിന് ഇന്നലെ വരെ 0 ആയിരുന്നു, 1 ലക്ഷം രൂപയായി. അപ്പൊ അതിനൊരു ഇൻക്രീസ് ഉണ്ടായി. അതുകൊണ്ട് ക്യാഷ് എന്ന് വിളിക്കുന്ന അസറ്റിനെ എന്ത് ചെയ്യണം, നമുക്ക് ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ജേർണൽ വരച്ചു. അതിലെ കോളങ്ങളൊക്കെ നമുക്കറിയാം, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് അക്കൗണ്ട്, ക്രെഡിറ്റ് അക്കൗണ്ട്. അവിടെ ഞാൻ എഴുതി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ആദ്യം ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റം എഴുതാൻ എന്ന് മറന്നു പോരുത്. അപ്പോൾ ഈ ക്യാഷ് എന്ന് പറയുന്ന ഐറ്റം നമുക്ക് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അത് ഡെബിറ്റ് ചെയ്തു. 2 അരുണാണ് തന്നത്. അരുൺ എന്ന് പറയുന്ന ആൾക്ക് ഇന്ന് മുതൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇന്ന് മതിയാക്കിയ പൈസ തിരിച്ചു കൊടുക്കണം. അത് നമുക്ക് ലയബിലിറ്റി ആണ് അല്ലെങ്കിൽ ക്യാപിറ്റലാണ്. ആ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യാം, ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യാം. നമ്മൾ പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ ഇന്നലെ വരെ 1 പൈസ അയാൾ കൊടുക്കാനില്ല. ഇപ്പോൾ 1 ലക്ഷം കൊണ്ട് വന്നപ്പോൾ ഈ 1 ലക്ഷം രൂപ ഇന്ന് മതിയാക്കി തിരിച്ചു കൊടുക്കണം. അപ്പോൾ ലയബിലിറ്റി വർദ്ധിച്ചു. അപ്പോൾ ലയബിലിറ്റി വർദ്ധിച്ചതുകൊണ്ട് അതിനെന്ത് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. അതാണ് ആദ്യത്തെ എൻട്രി ഞാൻ എഴുതിയിരിക്കുന്നത്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 1 lakh ടു അരുൺസ് ക്യാപിറ്റൽ 1 lakh. ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ടിന്റെ അമൗണ്ട് ഡെബിറ്റ് കോളത്തിലും ക്രെഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ടിന്റെ അമൗണ്ട് ക്രെഡിറ്റ് കോളത്തിലും എഴുതണം. എന്നിട്ട് ഒരു നറേഷൻ ഉണ്ട്, ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ജേർണൽ എന്ന് വിളിക്കുന്നതിനെ അതിൽ എഴുതും. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് എഴുതി ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ഈ കോളത്തിൽ മാത്രമേ ലൈൻ നിൽക്കാവൂ. ഇതിനെ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ എന്നാണ് വിളിക്കുക. ഇത്രയും നമുക്ക് ഓർമ്മയുണ്ട്.
അപ്പോൾ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ഷാജി. ഷാജിയുടെ ഗുഡ്സ് വാങ്ങിച്ചു. അപ്പോൾ ഷാജിയുടെ ഗുഡ്സ് മേടിക്കുമ്പോൾ നമുക്ക് കിട്ടിയത് ഗുഡ്സ് ആണ്. പൈസ കൊടുത്താൽ പറയുന്നില്ല, കാര്യം പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടമാണ്. അപ്പോൾ ഇത് ആരാണ് തരുന്നത്? ഷാജി. ആ ഷാജിക്ക് നമ്മൾ ഇന്നലെ പൈസ കൊടുക്കണം. അപ്പോൾ ഷാജിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഗുഡ്സ് വന്നു. അപ്പോൾ നമുക്ക് ഗുഡ്സ് വിളിക്കില്ല, വാങ്ങിക്കുമ്പോൾ വിളിക്കുന്നതാണ് പർച്ചേസ്. അപ്പോൾ പർച്ചേസ് എന്ന് പറയുന്ന ഐറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഗുഡ്സ് വന്നതുകൊണ്ട് നമുക്ക് പറയാം പർച്ചേസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇൻക്രീസ് അവർക്ക് എന്ത് ചെയ്യാൻ? ഡെബിറ്റ് ചെയ്യുക. അതുകൊണ്ട് പർച്ചേസ് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അടുത്തത് ഷാജി. ഷാജി എന്ന് പറയുന്ന ആൾക്ക് ഇന്നലെ വരെ കൊടുക്കണ്ട, പക്ഷെ സാധനം മേടിച്ചപ്പോൾ നമുക്ക് ആ പൈസ കൊടുക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ലയബിലിറ്റി ആണ്. ലയബിലിറ്റിയുടെ റൂൾ എന്താണ്? ഡിക്രീസ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, ഇൻക്രീസ് ആണെങ്കിൽ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ അത് ഇൻക്രീസ് ആയാലും എന്നുള്ളതിനെ ക്രെഡിറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഷാജി ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഉത്തരം നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു ഷാജീസ് അക്കൗണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു ഷാജീസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ടിൽ 10,000 rupees ടു ഷാജി 10,000 rupees. നരേഷൻ എഴുതിയിട്ടുണ്ട്. ഇത് തന്നെയാണ് നരേഷൻ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ഷാജി, അതിലാണ് നരേഷൻ. അടുത്തെന്ന് പറയുന്നത് സോൾഡ് ഗുഡ്സ് ടു രവി. നിങ്ങൾ രവിക്ക് സാധനം വിറ്റു. നിങ്ങൾ രവിക്ക് സാധനം വിൽക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയത് ഗുഡ്സ് ആണ്, പേരുള്ളതുകൊണ്ട് കടമാണ്. അപ്പൊ രവിക്ക് നമ്മൾ സാധനം വിറ്റിരിക്കുന്നു, അതുകൊണ്ട് രവി നമുക്ക് എന്ത് ചെയ്യണം? പൈസ തരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഇതാണ്: ഗുഡ്സും രവി. അപ്പൊ അത് നമുക്ക് ആദ്യം രവിയുടെ കാര്യം നോക്കാം. നിങ്ങൾ രവിക്ക് വിറ്റെങ്കിൽ ഇന്നലെ വരെ രവി ഒരു പൈസ തരാനില്ല. ഇന്ന് നിങ്ങൾ സാധനം എടുത്ത് രവിക്ക് കൊടുത്തപ്പോൾ ആ രവി ആ പൈസ തരാനുള്ളത് അസറ്റാണ്. അപ്പൊ ആ അസറ്റിൽ ഇന്ന് ഒരു വർധന ഉണ്ടായി. വർധന ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്യുന്നതിനെ ഡെബിറ്റ് ചെയ്യും. അതുകൊണ്ട് രവി ഞാൻ ഡെബിറ്റ് ചെയ്തു, രവീസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. രണ്ടാമത്തെ ഗുഡ്സ് ആണ്. വിൽക്കുമ്പോൾ ഞാൻ ഗുഡ്സിനെ ഗുഡ്സ് എന്ന് വിളിക്കൂല, എന്താ വിളിക്കൂ? സെയിൽസ് എന്നേ വിളിക്കുള്ളൂ. അപ്പൊ സെയിൽസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഇൻകം ആണ്. ഇൻകം ഡിക്രീസ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, ഇൻക്രീസ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. നേരത്തെ വരെ നമുക്ക് അങ്ങനെ ഒരു ഇൻകം ഇല്ല, ഇപ്പൊ ഇൻകം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഇൻകം വർദ്ധിച്ചത് കൊണ്ട് എന്ത് ചെയ്തു? അതിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അതാണ് രണ്ടാമത്തെ അഞ്ചാമത്തെ ട്രാൻസാക്ഷൻ. രവി അക്കൗണ്ട് ലെറ്റർ 7,000 ടു സെയിൽസ് 7,000. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. ഞാൻ എന്ത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. 2-3 കണക്കോട് ചെയ്തിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു പോവുകയാണ്. അടുത്തത് 6-ാം തീയതി ക്യാഷ് സെയിൽസ്, പൈസക്ക് വിൽക്കുന്നതാണ്. അപ്പോൾ പൈസ ആരും ഇരുന്ന് വിൽക്കാറില്ല. നമ്മുടെ റോഡിലൊന്നും പോയപ്പോൾ ആരും പൈസ വിൽക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. പൈസക്ക് സാധനം വിൽക്കുന്നതാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കടയിൽ ഇരുന്ന് കൊണ്ട് പൈസ വാങ്ങി സാധനം കൊടുത്തു. അപ്പോൾ കിട്ടിയത് ക്യാഷ്, പോയത് ഗുഡ്സ് അഥവാ സെയിൽസ്. അപ്പോൾ ക്യാഷ് വരുന്നു, ഗുഡ്സ് പോകുന്നു. അപ്പൊ ക്യാഷ് വരുന്നുണ്ട്, നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യും. ക്യാഷ് വരുന്നു, അസറ്റ് ആണ്. അസറ്റ് വന്നാൽ അത് ഇൻക്രീസ് ചെയ്യും, അതുകൊണ്ട് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് നമ്മൾ ഡെബിറ്റ് ചെയ്തു. സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇൻകം വർദ്ധിച്ചു. അപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്, അത് വർദ്ധിച്ചാൽ അതിനെ ക്രെഡിറ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ പറയുന്നു സെയിൽസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ലെറ്റർ 15,000 ടു സെയിൽസ് അക്കൗണ്ട് 15,000. ഇതാണ് അതിന്റെ എൻട്രി നമ്മൾ എഴുതിയിരിക്കുന്നത്. അടുത്തത് ക്യാഷ് പർച്ചേസ്, പൈസക്ക് സാധനം മേടിച്ച കാര്യമാണ്. പൈസക്ക് സാധനം മേടിക്കുമ്പോൾ എന്ത് കിട്ടി? ഗുഡ്സ് കിട്ടി. ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ അത് നമ്മൾ വിളിക്കുന്നതാണ് പർച്ചേസ്. അപ്പോൾ അസറ്റ് വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് നമുക്ക് ഡെബിറ്റ് ആണ്. അതുകൊണ്ട് പർച്ചേസിന് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് പോയതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. അല്ലെ, സാധനം മേടിക്കുമ്പോൾ പർച്ചേസ് കിട്ടി, എന്ത് പോയി? നമ്മളത് ക്യാഷ് പോയി. അപ്പൊ ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് കുറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ അതാണ് നമ്മുടെ റൂൾ. അപ്പൊ അസറ്റ് നമുക്ക് വരുമ്പോൾ അസറ്റ് എന്ത് ചെയ്യും? നമുക്കിവിടെ ഈ ഗുഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ അസറ്റ് ആണ് സ്റ്റോക്ക് ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് പറഞ്ഞ എക്സ്പെൻസ് ആണ്. ഗുഡ്സ് ആയിട്ട് പറയുമ്പോൾ അസറ്റ്, പർച്ചേസ് വാക്ക് ഉപയോഗിക്കുമ്പോൾ എക്സ്പെൻസ്. അപ്പൊ പർച്ചേസ് വാക്ക് ഉപയോഗിക്കുന്നത് അത് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കി. അപ്പൊ സാധനം മേടിക്കാൻ വേണ്ടി പൈസ കൊടുത്തപ്പോൾ അത് എന്ത് ചെയ്തു? നേരത്തെ ഉള്ള പർച്ചേസ് ഉണ്ട്, ഈ പർച്ചേസ് കൊണ്ട് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഇൻക്രീസ് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യും. അപ്പൊ പർച്ചേസിനോട് ഡെബിറ്റ് ചെയ്തു. നമ്മൾ ഇരുന്ന ക്യാഷ് കൊടുത്തു നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ക്യാഷിന് എന്ത് ചെയ്തു? ഒരു അസറ്റ് ആണ്, അതിന് ഡിക്രീസ് ഉണ്ടായി. ഡിക്രീസ് ഉണ്ടായാൽ എന്ത് ചെയ്യുന്നുള്ളതിനെ ക്രെഡിറ്റ് ചെയ്യും. ഇത് നമുക്ക് പഠിച്ചിരിക്കുന്ന കാര്യം. അടുത്തുള്ള ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട്. ബാങ്കിൽ പോയി ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ബാങ്കിൽ പൈസ കിട്ടി. നിങ്ങൾ ബാങ്കിൽ പോയി അക്കൗണ്ടിൽ ബാങ്കിൽ പൈസ കിട്ടി. നിങ്ങൾ എന്ത് പോയി? ക്യാഷ് പോയി എന്നാണ് ഇതിന്റെ അർത്ഥം. ബാങ്കിൽ പൈസ കിട്ടി, ക്യാഷ് പോയി. അപ്പൊ ബാങ്കിലാണ് പൈസ കിട്ടിയിരിക്കുന്നത്, ക്യാഷ് പോവുകയാണ് ചെയ്തത്. അപ്പൊ ബാങ്ക് എന്ന് പറയുന്നതിൽ നമുക്ക് ഏത് ബാങ്കിലാണോ വന്നിട്ട് ആ ബാങ്ക് അത്രയും പൈസ നമുക്ക് എന്ത് ചെയ്യും? തിരിച്ചു ചെയ്യും. അപ്പൊ അതൊരു അസറ്റാണ്. ക്യാഷ് ഇൻ ബാങ്ക്, നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന പൈസ ഒരു അസറ്റാണ്. അപ്പൊ ബാങ്കിൽ കിടക്കുന്ന പൈസ ഒരു അസറ്റാണ്. അതുപോലെ എന്താണ്? ഇരിക്കുന്ന ക്യാഷും അസറ്റാണ്. ഏത് അസറ്റാണോ ഇൻക്രീസ് ചെയ്തത് അതിനെ ഡെബിറ്റ് ചെയ്യുക. ഏത് അസറ്റാണോ ഡിക്രീസ് ചെയ്തത് നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം. രണ്ടും അസറ്റ് ആയതുകൊണ്ട് ഏത് അസറ്റ് ഇൻക്രീസ് ചെയ്തു? ഇന്നലെ ബാങ്കിൽ പൈസ ഇല്ല, ഇപ്പൊ അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ അത്രയും രൂപ പൈസ ബാങ്കിലുണ്ട്. അതുകൊണ്ട് ബാങ്കിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. പക്ഷേ ഇരിക്കുന്ന ക്യാഷ് കുറഞ്ഞുകൊണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്തു, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയത് ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ബാങ്കിൽ പൈസ ഇൻക്രീസ് ആവുന്നത് ഡെബിറ്റ് ചെയ്തു, ക്യാഷ് പോയി അത് ക്യാഷ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ക്ലിയർ ആണല്ലോ? അടുത്തത് റിസീവ്ഡ് ക്യാഷ് ഫ്രം രവി. ക്യാഷ് നമ്മൾ രവിയുടെ വാങ്ങിച്ചു. അപ്പോൾ നേരത്തെ നമുക്ക് അയാൾ പൈസ തരാൻ കാണും. കാരണം നമുക്ക് അറിയുന്നുണ്ട ഇവിടെ രവിക്ക് നമ്മുടെ സാധനം വിറ്റിട്ടുണ്ട്. അപ്പൊ ആ വിറ്റ പൈസ കുറച്ച് പൈസ അറിയാണ്. അപ്പൊ റിസീവ്ഡ് ക്യാഷ്, ക്യാഷ് കിട്ടി, രവി തന്നു. അതുകൊണ്ട് തീരുന്നില്ല, അതിനുള്ള ഒരു ഡിസ്കൗണ്ട് കൂടെ അനുവദിച്ചു, ഒരു കിഴിവ്.
അപ്പോൾ ഇത് നമ്മളെന്ന് പറയുന്നത് ഡിസ്കൗണ്ട് രണ്ട് തരത്തിലാണ്. ഡിസ്കൗണ്ട് നമുക്ക് രണ്ട് തരത്തിൽപ്പെട്ട ഡിസ്കൗണ്ടാണുള്ളത്. ഒന്ന് ട്രേഡ് ഡിസ്കൗണ്ട്, ഒന്ന് ക്യാഷ് ഡിസ്കൗണ്ട്. രണ്ട് ഡിസ്കൗണ്ട് ആണുള്ളത്. ഒന്ന് ട്രേഡ് ഡിസ്കൗണ്ട്, ഒന്ന് ക്യാഷ് ഡിസ്കൗണ്ട്. ഇങ്ങനെ രണ്ട് ഡിസ്കൗണ്ട് ഉണ്ട്. നമ്മൾ പഠിച്ചു വരുമ്പോൾ രണ്ട് ഡിസ്കൗണ്ട് ഉണ്ട്. എന്താണ് ഈ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ? ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ബിസിനസ്സാണ്. ആ ബിസിനസ്സിൽ നിന്ന് സാധനങ്ങളൊക്കെ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നു. സാധനങ്ങൾ വിൽക്കുമ്പോൾ അപ്പോൾ ആ വിൽപ്പന ഒന്ന് ബൂസ്റ്റ് ചെയ്യണം. ആ വിൽപ്പന നമുക്ക് ബൂസ്റ്റ് ചെയ്യണം. അതായത് ആൾക്കാർ ബൾക്കായിട്ടൊന്ന് സാധനം മേടിക്കണം. അപ്പോൾ ആ ബൾക്കായിട്ട് മേടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? കുറച്ച് പൈസ കുറച്ചു കൊടുക്കും. ഒരു ചെറിയ ഒരു കീഴ് നമ്മൾ അനുവദിച്ചോളൂ. ഇപ്പൊ പറയാം 1 ലക്ഷം രൂപയുടെ സാധനം മേടിച്ചാൽ 10% ഡിസ്കൗണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ സാധനം മേടിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? അതിന്റെ 10% എന്താണ് 10,000 രൂപ കുറച്ച് ബാക്കി 90,000 രൂപ തന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ 10,000 രൂപ സാധനം മേടിക്കുമ്പോൾ 100 രൂപ കുറച്ച് എന്ത് ചെയ്താൽ നിങ്ങൾ, അല്ലെങ്കിൽ 1000 രൂപ കുറച്ച് എന്ത് ചെയ്താൽ നിങ്ങൾ തന്നാൽ മതി. അല്ലെങ്കിൽ 1000 രൂപ സാധനം മേടിക്കുമ്പോൾ അതിന്റെ 10% 100 രൂപ കുറച്ച് തന്നാൽ മതി. 100 രൂപയുടെ സാധനം മേടിക്കുമ്പോൾ 10 രൂപ കുറച്ച് 10% ആണെങ്കിൽ അതിന് കുറച്ച് തന്നാൽ മതി. അപ്പോ ഈ പറഞ്ഞേക്കുന്നത് നമ്മൾ വിൽക്കുന്ന സാധനത്തിന്റെ വിലയ്ക്ക് നമ്മൾ അനുവദിക്കുന്ന ഒരു കിഴിവാണ്. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കിഴിവാണ്. അത് ഹോൾസെയിലർ റീറ്റെയിലർക്ക് അനുവദിക്കും. അതായത് മൊത്ത വ്യാപാരി ചില്ലറ വ്യാപാരിക്ക് അനുവദിക്കുന്നതാണ്. അല്ലെങ്കിൽ ചില്ലറ വ്യാപാരി അയാളുടെ കസ്റ്റമേഴ്സ് അനുവദിക്കുന്നതാണ്. അപ്പോൾ ഹോൾസെയിലർ റീറ്റെയിലർ പ്രധാനമായിട്ട് അവിടെയാണ് ഇങ്ങനെ നടക്കുന്നത്. ഈ ബൾക്ക് പർച്ചേസ് കിടക്കുന്നത് ഹോൾസെയിലിൽ നിന്ന് റീറ്റെയിലേഴ്സ് ഒരുമിച്ച് കൊടുത്തുകൊണ്ടിരുന്നതാണ് ഈ സാധാരണയുള്ള പർച്ചേസ്. മറ്റൊക്കെ നമ്മൾ കൊടുക്കുന്ന കിഴിവുകളാണ്. അപ്പോൾ നമ്മൾ പറയും ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഡിഡക്ഷനാണ്, ഒരു കുറവാണ്. ആര് കൊടുക്കുന്ന ഡിഡക്ഷനാണ്? അലൗഡ് ബൈ ദ ഹോൾസെയിലർ ടു ദ റീറ്റെയിലർ. ഹോൾസെയിലർ റീറ്റെയിലർക്ക് അനുവദിക്കുന്ന ഒരു ഡിഡക്ഷനാണ്. എപ്പോഴും ടു എൻകറേജ് ദ ബൾക്ക് പർച്ചേസ്. അപ്പോൾ ബൾക്കായിട്ട് സാധനം മേടിക്കാൻ വേണ്ടി ഹോൾസെയിലർ റീറ്റെയിലർക്ക് അനുവദിക്കുന്ന ഒരു ഡിഡക്ഷൻ, മൊത്തം തുകയ്ക്കകത്ത് അനുവദിക്കുന്ന ഒരു ചെറിയ കിഴിവിനെ വിളിക്കുന്ന വാക്കാണ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട്. ആ ഡിസ്കൗണ്ട് വിളിക്കുന്ന വാക്കാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതൊരു രവിക്ക് സാധനം വിൽക്കും. നമ്മുടെ രവിയോട് പറയുകയാണ്, നിങ്ങൾ ഒരു 30 ദിവസം വെച്ച് പൈസ തരികയാണെങ്കിൽ, അതായത് നമ്മൾ കടത്തിൽ വിട്ടിരിക്കുകയാണ്, 3 മാസം വരെ കടം കൊടുത്തിട്ടുള്ളത് വിചാരിക്കുക. നിങ്ങൾ 1 മാസത്തിനകം വെച്ച് ഈ പൈസ തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് എത്ര രൂപ വിറ്റിട്ടുണ്ടോ ആ തുക നിങ്ങൾ തരേണ്ട തുക. ആ നിങ്ങൾ തരേണ്ട തുകയിൽ ഈ പറഞ്ഞിരിക്കുന്ന 1 മാസത്തിനകം വെച്ച് നിങ്ങൾ പൈസ തരികയാണെങ്കിൽ നിങ്ങൾ അതിന്റെ ഒരു 5% പൈസ കുറച്ചതാണ്. ഉദാഹരണത്തിന് പറയാം, നമ്മളൊരു 50,000 രൂപ സാധനം വിറ്റു. നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ 50,000 രൂപ നിങ്ങൾ എന്ത് ചെയ്താൽ 1 മാസത്തിനെ വെച്ച് തിരിച്ചെത്തിച്ചാൽ നിങ്ങൾ 50,000 തരേണ്ട, അതിന്റെ 10% 5,000 രൂപ കുറച്ചു ബാക്കി 45,000 തന്നാൽ മതി. അപ്പോൾ അതും ഒരു ഡിഡക്ഷനാണ്. അത് ആരും അനുവദിക്കുന്നത്? അലൗഡ് ബൈ ദ ക്രെഡിറ്റർ ടു ദ ഡെറ്റർ. പൈസ കിട്ടാനുള്ള ആൾ നമുക്ക് കടക്കാരൻ അനുവദിക്കുന്ന ആള് ക്രെഡിറ്റർ ഡെറ്റർക്ക് അനുവദിക്കും. എന്തിനാ അനുവദിക്കുന്നത്? ടു മേക്ക് പ്രോംപ്റ്റ് പേയ്മെന്റ്. കൃത്യസമയത്ത് പൈസ തരാൻ വേണ്ടിയാണ്. അപ്പൊ കൃത്യസമയത്ത് പൈസ തരാൻ വേണ്ടി അനുവദിക്കുന്ന ഒരു ക്രെഡിറ്റർ ഡെറ്റർക്ക് അനുവദിക്കുന്ന ഒരു ഡിഡക്ഷൻ വരുന്ന വാക്കാണ് ക്യാഷ് ഡിസ്കൗണ്ട്. അതേസമയം ലിസ്റ്റ് പ്രൈസിനകത്ത് നമ്മളൊരു ലിസ്റ്റ് പ്രൈസ് ഉണ്ട്, വിൽക്കുന്നതിനെല്ലാം ഒരു ലിസ്റ്റ് പ്രകാരമുള്ള പ്രൈസ് ഉണ്ട്. ആ പ്രൈസിനകത്ത് ഹോൾസെയിലർ റീറ്റെയിലർക്ക് അനുവദിക്കുന്നത്, അല്ലെങ്കിൽ മാനുഫാക്ചറർ ഹോൾസെയിലർക്ക് അനുവദിക്കുന്ന ഒരു ഡിഡക്ഷൻ ഉണ്ട്. ആ ഡിഡക്ഷൻ വിളിക്കുന്ന വാക്കാണ് എന്ന് പറയുന്നത് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഈ ആദ്യം പറഞ്ഞ ട്രേഡ് ഡിസ്കൗണ്ടിന് എൻട്രി ഇല്ല. എന്താ കാര്യം? അതിന്റെ പൈസ നമ്മൾ കൊടുക്കണ്ട. അത് മൊത്തത്തിൽ ഉള്ളതിന് പൈസ കുറച്ചിട്ട് ബാക്കി എഴുതി ഇത്ര രൂപ എന്ന് പറഞ്ഞാൽ അത് പൈസ കൊടുത്താൽ മതി. അതുകൊണ്ട് അതിന് എൻട്രി ഇല്ല. ഏത് എൻട്രി ഇല്ല? ട്രേഡ് ഡിസ്കൗണ്ടിന് എൻട്രി ഇല്ല. അപ്പോൾ 10,000 രൂപയുടെ സാധനം ഹോൾസെയിലർ റീറ്റെയിലർക്ക് അനുവദിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുമ്പോൾ അയാൾ അനുവദിക്കുന്ന ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. എന്തിനു വേണ്ടി? ബൾക്ക് പർച്ചേസ് എൻകറേജ് ചെയ്യാൻ വേണ്ടി ഒരു അനുവദിക്കുന്ന ഒരു കിഴിവുണ്ട്. അപ്പോൾ നിങ്ങളാണ് എന്ത് വിചാരിക്കുക? റീറ്റെയിലർ, ഞാൻ ഹോൾസെയിലറാണ്, ഞാൻ നിങ്ങൾക്ക് കുറെ സാധനം തരും, വിൽക്കുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾ ഒരു 10 സാരി എടുത്ത് നിങ്ങൾ ഇപ്പം ഞാൻ പറയാം 15 സാരി എടുക്കണമെങ്കിൽ ഒരു കിഴിവ് ഞങ്ങൾ തരും എന്ന് പറഞ്ഞാൽ 10 സാരി എടുത്താൽ കിഴിവ് കിട്ടില്ല. അപ്പോൾ 15 സാരി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു ചെറിയ ഡിസ്കൗണ്ട് നമ്മൾ തരും. അപ്പോൾ ആ 15 സാരി ഒരാളെ കൊണ്ട് മേടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഹോൾസെയിലറായ ഞാൻ റീറ്റെയിലറായ നിങ്ങളോട് പറയാം, നിങ്ങൾ പറയുകയാണ് എന്തായാലും 10 രൂപ 5 രൂപ മേടിക്കാം, നമ്മൾ 5 രൂപ മേടിക്കും. അപ്പോൾ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി? ബൾക്ക് പർച്ചേസുകൾ നടത്താൻ വേണ്ടി ലിസ്റ്റ് പ്രൈസ് ഒരു വിലയുണ്ട്, ഓരോ സാരി എത്ര വിലയെന്നുണ്ട്. ആ വിലയിൽ നിന്ന് ഒരു ചെറിയ ഡിഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് അതായത് ചെറിയൊരു എമൗണ്ട് കുറച്ച് നിങ്ങൾക്ക് ഞാൻ തരും. അത് വിളിക്കുന്ന വാക്കാണ് ട്രേഡ് ഡിസ്കൗണ്ട്. അതിന് എൻട്രി വേണ്ട, ഏഴ് എൻട്രിക്ക് അത് എൻട്രി ഇല്ല. അപ്പോൾ അങ്ങനെ ഞാൻ അനുവദിക്കുന്ന ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ആ ഡിസ്കൗണ്ടിന് എൻട്രി ഇല്ല, അത് ഓർമ്മിച്ചോളണം. അപ്പോൾ അങ്ങനെ അനുവദിക്കുന്ന ആ കിഴിവിൽ വിളിക്കുന്ന വാക്കാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ഇനി നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ 15 സാരിക്ക് ഒരു സാരിക്ക് 2,000 രൂപ വെച്ച് 15 സാരിക്ക് എന്ത് വരും? നമുക്ക് 15 സാരി എന്ന് പറയുമ്പോൾ 2,000 30 ആവശ്യമുള്ള എന്താണ് 3 സീറോ അവിടെ ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ട്. 30 എന്താണ് 30,000 3 ലക്ഷം രൂപയുടെ സാധനം വരും.
അപ്പോൾ ആ പറഞ്ഞേക്കുന്ന എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് നിങ്ങൾ തരുമ്പോൾ ഞാൻ പറയുകയാണ്, ഈ പൈസ തന്നെ നിങ്ങൾ കൃത്യസമയത്ത് തന്നാൽ, ഇപ്പം ഞാൻ നിങ്ങൾ വിറ്റിരിക്കുന്ന തുകയുണ്ട്, ആ വിറ്റിരിക്കുന്ന തുക നിങ്ങൾ കൃത്യസമയത്ത് 1 മാസം വെച്ച് തന്നാൽ നിങ്ങൾ ആ തുകയിൽ ഒരു 2% കുറച്ച് തന്നാൽ. അപ്പൊ നേരത്തെ ഇത്ര രൂപ വിറ്റു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തരാളെ കൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ പൈസ തരുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കിഴിവ് അനുവദിച്ചാൽ, എന്തിനാ കിഴിവ് അനുവദിക്കുന്നത്? കൃത്യസമയത്ത് പൈസ തരാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ അനുവദിക്കുന്ന ഡിസ്കൗണ്ട് ആണ് എന്ത് ഡിസ്കൗണ്ട്? ക്യാഷ് ഡിസ്കൗണ്ട്. അതിന് എൻട്രി ഉണ്ട്. അത് ആരാണോ പൈസ വാങ്ങുന്ന ആൾ, പൈസ വാങ്ങിക്കുന്നത് ഞാനാണെങ്കിൽ, ഞാനാണ് ഈ പൈസ വേണ്ടെന്ന് പറയുന്നത്. ഏത് പൈസ? 2% വേണ്ട, 5% വേണ്ട എന്ന് പറയുന്ന ആരായിരിക്കും? എപ്പോഴും പൈസ സ്വീകരിക്കുന്ന ആളായിരിക്കും. കൊടുക്കുന്ന ആൾക്ക് 100% വേണ്ടെന്നേ പറയും. അപ്പൊ പൈസ മേടിക്കുന്ന ആൾക്കാണ് നഷ്ടം. അപ്പൊ കൊടുക്കുന്ന ആൾക്ക് എന്താണ്? അത്രയും പൈസ ലാഭം. അപ്പൊ പൈസ മേടിക്കുന്ന ആൾക്ക് നഷ്ടം, പൈസ കൊടുക്കുന്ന ആൾക്ക് എന്താണ്? ലാഭം. കാരണം എന്താ ലാഭം എന്ന് പറയാൻ? അത്രയും പൈസ കുറച്ച് കൊടുത്താൽ മതി. എനിക്കൊന്നുകൂടെ നഷ്ടം എന്ന് പറഞ്ഞു, അത്രയും പൈസ കുറച്ചേ കിട്ടും. ഞാൻ വേറെ കൊടുക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ്. ഞാൻ വേറെ കൊടുക്കുകയാണെങ്കിൽ എന്താ പ്രത്യേകത? ഞാൻ അയാൾ പറയും അത്രയും പൈസ വേണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് ആ പൈസ ലാഭം, അയാൾക്ക് പൈസ. അപ്പൊ പൈസ കിട്ടുന്നതൊക്കെ നഷ്ടം, പൈസ മേടിക്കുന്ന എന്താണ്? കൊടുക്കുന്നതൊക്കെ എന്താണ്? ലാഭം. അതാണ് ഏത് ഡിസ്കൗണ്ട്? ക്യാഷ് ഡിസ്കൗണ്ട്. അതിന് എൻട്രി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. അപ്പൊ ക്യാഷ് ഡെബിറ്റ് കിട്ടി. അപ്പൊ ക്യാഷ് ഡെബിറ്റ് കിട്ടുമ്പോൾ നമ്മളിപ്പോ 2 കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ രണ്ടും ഒരുമിച്ച് എഴുതുകയാണ്. അപ്പൊ നമുക്കറിയാം സിമ്പിൾ എൻട്രിയാണ് ഈ പറഞ്ഞതല്ല. കാരണം ഒരു ഡെബിറ്റ് ഒരു ക്രെഡിറ്റ്, ഒരു ഡെബിറ്റ് ഒരു ക്രെഡിറ്റ് തന്നെ സിമ്പിൾ എൻട്രി. ഒന്നിൽ കൂടുതൽ ഡെബിറ്റോ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റോ വന്നാൽ എന്തായത്? കോമ്പൗണ്ട് എൻട്രി ആയി. അപ്പൊ നമുക്ക് നോക്കാം. ഇത് നമ്മൾ കോമ്പൗണ്ട് എൻട്രി ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. റിസീവ്ഡ് ക്യാഷ് ഫ്രം രവി. രവിയുടെ നമുക്ക് എന്ത് കിട്ടി? ക്യാഷ് കിട്ടി. അപ്പൊ ക്യാഷ് വന്നു, രവിയുടെ പൈസയുടെ ക്യാഷ് വന്നു. ക്യാഷ് അസറ്റ് ഇൻക്രീസ് ഉണ്ടായി, ഞാൻ ഡെബിറ്റ് ചെയ്തു. കിട്ടിയ എത്ര രൂപയാണ്? 6500 ആണ്. അതുകൊണ്ട് അതിനെ കിട്ടിയായിട്ട് കാണിച്ചു. അതെനിക്ക് അസറ്റ് വർദ്ധിച്ചു, അതിനെ ഡെബിറ്റ് ചെയ്തു. ഇനി രവിയാണ്. രവി ഈ പൈസ എന്ത് ചെയ്തു? അയാൾ തരാനുള്ള പൈസ അപ്പൊ അയാളുടെ ലൈബിലിറ്റി എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പൊ ലൈബിലിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞാൽ, ലൈബിലിറ്റി കുറഞ്ഞാൽ എന്താണ്? നമുക്ക് കിട്ടാനുള്ള പൈസയാണ് രവി തരാനുള്ള പൈസയാണ്. അപ്പൊ രവി എന്ന് പറയുന്ന ആൾ നമുക്ക് എന്തെങ്കിലും പൈസ തരാനുണ്ടായിരുന്നു. ഇന്നലെ വരെ രവി നമ്മുടെ സ്വത്തായിരുന്നു. ഇന്ന് പൈസ തന്നോടുകൂടി ആ പറഞ്ഞ പൈസ എന്തായി? ആ സ്വത്ത് തീർന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായി? അസറ്റ് എന്ന് പറയുന്നത് കുറവുണ്ടായി. ഇന്നലെ വരെ രവി എന്ന് പറയുന്ന ആളുകൂടെ നമ്മൾ കിട്ടാനുള്ള പൈസ കൂട്ടത്തിൽ വെച്ചിരുന്നു. ഇപ്പൊ ഞാൻ പറയുന്നത് രവി പൈസ തന്നു, അപ്പൊ അയാളുടെ തരാനുള്ള എമൗണ്ടിൽ എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പൊ ആ അസറ്റ് ഒക്കെ ഇല്ലാതായി. അപ്പൊ ആ അസറ്റ് ഇല്ലാതായതുകൊണ്ട് നമ്മൾ അതിന് ഡിക്രീസ് ഉണ്ടായി. എങ്കിൽ നമ്മൾ രവി എന്ത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ പൈസ നമുക്ക് രവിയുടെ കിട്ടിയാൽ ക്യാഷ് കിട്ടി. അപ്പൊ ആ അസറ്റ് വന്നു. രവി എന്ന് പറയുന്ന അസറ്റ് ഉണ്ടായിരുന്നു. എന്താ കാര്യം? രവിക്ക് നമ്മൾ കടത്തിന് വിറ്റപ്പോൾ രവി എന്ന് പറഞ്ഞാൽ ഡെറ്റർ. ഡെറ്റർ അസറ്റ് ആണ്, ക്രെഡിറ്റർ ലൈബിലിറ്റി ആണ്. അപ്പൊ ഡെറ്റർ എന്ന് വിളിക്കുന്ന അസറ്റ് നമുക്ക് എന്ത് ചെയ്തു? ഇപ്പൊ പൈസ അതോടുകൂടി ഇല്ലാതായി. അപ്പൊ ഒരു അസറ്റ് വർദ്ധിച്ചു, ക്യാഷ് വർദ്ധിച്ചു, ഡെറ്റർ എന്ന് വിളിക്കുന്ന അസറ്റ് കുറഞ്ഞു. അപ്പൊ ഏത് അസറ്റാണോ വർദ്ധിച്ചത്? വർദ്ധിച്ചാൽ ഡെബിറ്റ് ചെയ്യാം, കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യാം. അതുകൊണ്ട് ക്യാഷ് ഡെബിറ്റ് ചെയ്തു, രവി നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. 6500. ഇനി 200 രൂപ വേണ്ടെന്ന് പറയും. ആരോട് വേണ്ടെന്ന് പറഞ്ഞു? രവിയോട്. അപ്പൊ രവിയുടെ അക്കൗണ്ടിൽ നിന്ന് ആ പറഞ്ഞ 200 രൂപ കളയണം, മാറ്റണം. അപ്പൊ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇന്നലെ വരെ ഇല്ലാത്തൊരു എക്സ്പെൻസ് ഉണ്ടായി. ഡിസ്കൗണ്ട് അലൗഡ്, നമ്മൾ അനുവദിക്കുന്ന ഡിസ്കൗണ്ട് അലൗഡ്. അപ്പൊ 200 രൂപയുടെ ഒരു ചെലവ് വർദ്ധിച്ചു. അതുകൊണ്ട് ഞാൻ ഡിസ്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. അപ്പൊ ആ 200 രൂപ അനുവദിച്ചപ്പോൾ 200 രൂപ പറഞ്ഞ അസറ്റ് ഒന്നുണ്ടായി, കുറവുണ്ടായി. ആ അസറ്റിൽ രവി എന്ന് പറയുന്ന ആൾ ഡെറ്റർ, അയാൾ പൈസ തരാനുള്ള ആളാണ്. അപ്പൊ ആ അസറ്റ് കുറഞ്ഞെങ്കിൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. ഇനി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ, കാരണം ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നാൽ പഠിക്കാൻ എളുപ്പമാർക്കേ തരുള്ളൂ. എളുപ്പത്തിൽ പറയാം. ഈ ക്യാഷും ഡിസ്കൗണ്ടും അമ്മയും കുഞ്ഞുമാണെന്ന് വിചാരിക്കുക. ക്യാഷും ഡിസ്കൗണ്ടും അമ്മയും കുഞ്ഞും പോലെയാണ്. ചെക്കാണ് കിട്ടുന്നതെങ്കിൽ ബാങ്കിൽ എഴുതുന്ന പോലെ ബാങ്ക് ഡിസ്കൗണ്ട് അത് ഒരുമിച്ച് പറയും. എങ്ങനെ? അമ്മയുടെ കൂടെ കുഞ്ഞു ഇരിക്കും എന്ന് പറഞ്ഞാൽ ക്യാഷ് ഡെബിറ്റ് ചെയ്താൽ ഡിസ്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. അതേസമയം ക്യാഷ് ക്രെഡിറ്റ് ചെയ്താൽ ഡിസ്കൗണ്ട് എന്ത് ചെയ്യും? നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ ക്യാഷ് ഡെബിറ്റ് ചെയ്താൽ ഡിസ്കൗണ്ട് ഡെബിറ്റ് ചെയ്യും, ക്യാഷ് ക്രെഡിറ്റ് ചെയ്തതിനുള്ള ഡിസ്കൗണ്ട് എന്തിനോട് ക്രെഡിറ്റ് ചെയ്യും. ഇതാണ് കണക്ക്, വേറെ ഒന്നുമില്ല. അപ്പൊ ക്യാഷ് ഡെബിറ്റ് ചെയ്താൽ ഡിസ്കൗണ്ട് ഡെബിറ്റ് ചെയ്യാം. ആദ്യം പൈസ കൊടുക്കുമ്പോൾ ക്യാഷ് ക്രെഡിറ്റ് ചെയ്യും, ക്യാഷ് പോയോട് ക്രെഡിറ്റ് ചെയ്യും, കുറഞ്ഞോട് ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ ഡിസ്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാം. ഇത് ഓർമ്മിച്ചിരുന്നാണ്. എന്നിട്ട് ആരാണോ അയാളുടെ പേര് ക്രെഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. അപ്പൊ പൈസ ആരെങ്കിലും തരികയാണെങ്കിൽ ക്യാഷ് ഡെബിറ്റ്, ഡിസ്കൗണ്ട് ഡെബിറ്റ് തന്നാളുടെ പേര്. പൈസ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ക്യാഷ് പോയതുകൊണ്ട് കുറഞ്ഞോണ്ട് അതിൽ ക്യാഷ് ക്രെഡിറ്റ്, ഡിസ്കൗണ്ട് ക്രെഡിറ്റ്, ക്രെഡിറ്റാണ് ഡെബിറ്റ്. ഇത്രയുള്ള കാര്യം. ഇത് മനസ്സിൽ നമ്മളെവിടെ കുറിച്ച് വയ്ക്കണം. ക്യാഷും ഡിസ്കൗണ്ടും അമ്മയും കുഞ്ഞും പോലെ. ഏത് ഡിസ്കൗണ്ട്? ക്യാഷ് ഡിസ്കൗണ്ട് അമ്മയും കുഞ്ഞും പോലെയാണ്. ചില സമയത്ത് ക്യാഷ് എന്ന് എഴുതും, ബാങ്ക് ട്രാൻസാക്ഷൻ ബാങ്ക് എന്ന് എഴുതും. അപ്പൊ ക്യാഷോ ബാങ്കോ ഡെബിറ്റ് ചെയ്താൽ ഡിസ്കൗണ്ട് ഡെബിറ്റ് ചെയ്യും, ക്യാഷോ ബാങ്കോ ക്രെഡിറ്റ് ചെയ്താൽ ഡിസ്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും, ഡിസ്കൗണ്ട് ഉള്ള കണക്കാണെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ക്യാഷ് അക്കൗണ്ട് എത്ര കിട്ടിയത്? 6500 ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കിട്ടിയത് കൊണ്ട് ക്യാഷ് ആയിട്ട് 6500 കിട്ടിയിട്ടുണ്ട്. നഷ്ടം ഡിസ്കൗണ്ട് 200 രൂപ. അങ്ങനെ അയാളുടെ അക്കൗണ്ടിൽ മൊത്തം എത്ര രൂപ? രണ്ടും കൂടെ 6500 200 കൂടെ മൊത്തം അയാളുടെ പേരിലുള്ള ഡെറ്റേഴ്സ് പറഞ്ഞ അസറ്റ് എത്ര പോയി? 6700 രൂപ പോയി. കുറഞ്ഞു. ഇതാണ് കാണാം.
ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി സെയിൽസ് എന്താണ്? റിട്ടേൺഡ് ഗുഡ്സ് ബൈ രവി. രവി സാധനം തിരിച്ചയച്ചു. അപ്പൊ രവിക്ക് നമ്മുടെ സാധനം നേരത്തെ വിറ്റതാണ്, അപ്പൊ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അയാളെ 300 സാധനം തിരിച്ചയച്ചു. ഗുഡ്സ് തിരിച്ചയച്ചു, രവി തന്നു. അപ്പൊ ഗുഡ്സ് ആണ് കിട്ടിയത്. അപ്പൊ രവി തിരിച്ചയച്ചുകൊണ്ട് ഗുഡ്സ് നമുക്ക് തന്നു. ഗുഡ്സ് ഒന്നും എഴുതില്ല. അതിന് പകരം വിറ്റ സാധനം തിരിച്ചു വന്നു. അപ്പൊ വിറ്റ സാധനം തിരിച്ചു വരുമ്പോ സെയിൽസ് റിട്ടേൺസ്. അപ്പൊ സാധനം തിരിച്ചിട്ടപ്പോ കിട്ടുന്നത്, സാധനം നടത്തിയപ്പോൾ കിട്ടുന്നത് നമുക്ക് ഡെബിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കറിയാം സെയിൽസ് എന്ന് പറയാൻ നമുക്ക് ഇൻകം ആണ്. സെയിൽസ് നമുക്ക് ഇൻകം ആണെങ്കിൽ സെയിൽസ് റിട്ടേൺസ് നമുക്ക് എന്തായിട്ട് പറയാം? നമുക്ക് നഷ്ടമായിട്ട് പറയാം, എക്സ്പെൻസ് ആയിട്ട് പറയാം. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, നിങ്ങൾ പദ്ധതി പഠിക്കുക, സെയിൽസ് എപ്പോഴും ക്രെഡിറ്റ് ഇൻകം, അപ്പൊ റിട്ടേൺസ് നമ്മൾ എപ്പോഴും ഡെബിറ്റ്. അങ്ങനെ പറഞ്ഞു വെച്ചാൽ നമുക്ക് തെറ്റില്ല. കാരണം സെയിൽസ് ഇൻകം, ആ ഇൻകത്തെ കുറയ്ക്കുന്നത് സെയിൽസ് റിട്ടേൺസ്. അപ്പൊ ഇൻകത്തെ കുറയുന്നു, ഇൻകം വർദ്ധിക്കുമ്പോൾ ഇൻകം കുറയുന്നു, അത് നമുക്ക് പറയാം. ഇൻകം വർദ്ധിച്ചാൽ ക്രെഡിറ്റ് ചെയ്യും, ഇൻകം കുറഞ്ഞാൽ നമുക്ക് ഡെബിറ്റ് ചെയ്യാം. അങ്ങനെ പറഞ്ഞു വെക്കാം. അതുകൊണ്ട് സെയിൽസ് റിട്ടേൺസ് നമുക്ക് ഡെബിറ്റ് ചെയ്യാം. ഇനി അടുത്ത നമുക്ക് എന്താ പറയുന്നത്? ഗുഡ്സ്. ഗുഡ്സ് പറഞ്ഞാൽ ഗുഡ്സ് ആണ് വരുന്നത്. ഗുഡ്സിന് വിളിക്കുന്ന വാക്ക് എന്താണ്? ഗുഡ്സ് വരുമ്പോൾ നമുക്ക് ഗുഡ്സിന് ഡെബിറ്റ്. പക്ഷേ ഗുഡ്സ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കില്ല. പകരം നമ്മൾ ഉപയോഗിക്കും വിറ്റ സാധനം തിരിച്ചു വരുമ്പോൾ ഗുഡ്സ് എന്നുള്ള വാക്കിന്റെ സ്ഥാനത്ത് നമ്മൾ സെയിൽസ് റിട്ടേൺസ്. അപ്പോൾ സെയിൽസ് റിട്ടേൺസ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡെബിറ്റ് ചെയ്യും. എന്തായിക്കോട്ടെ. അപ്പൊ സെയിൽസ് റിട്ടേൺസ് ഡെബിറ്റ്. ഗുഡ്സ് കിട്ടി. അപ്പൊ ഗുഡ്സ് കിട്ടി. ആര് തന്നു? രവി. അപ്പൊ രവി എന്ന് പറഞ്ഞ ആള് അത്രയും പൈസ, രവി ഇന്നലെ വരെ ഡെറ്റർ ആയിരുന്നു, സ്വത്തായിരുന്നു. അപ്പൊ ആ സാധനം തിരിച്ചു വന്നെങ്കിൽ ആ പൈസ തന്നെയാണ് തരേണ്ട. അതുകൊണ്ട് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. അസറ്റ് കുറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് ടു രവി. അടുത്തെന്ന് പറയുന്നത് ഷാജിയുടെ അക്കൗണ്ടാണ്. അത് നോക്കാൻ എന്താ കാര്യം? ഇഷ്യൂഡ് ചെക്ക് ടു ഷാജി. ഷാജിക്ക് നമ്മൾ എന്തെങ്കിലും ചോദിക്കുന്നു? അതുകൊണ്ട് എഴുതുന്നില്ല, അത് നമ്മുടെ കാണിക്കാം. 23 പറഞ്ഞിരിക്കുന്നത് എത്രയേ ഉള്ളൂ? അതാണ് ഇഷ്യൂഡ് ചെക്ക് ടു ഷാജി. ഞാൻ തെറ്റിക്കാൻ പാടില്ല, അപ്പൊ അവിടെ എഴുതേണ്ടതാണ്. ഇഷ്യൂഡ് ചെക്ക് ടു ഷാജി. ഷാജിക്ക് നമ്മൾ ഗുഡ്സ് തിരിച്ചയക്കുകയാണ്. സോറി, ഷാജിക്ക് നമ്മൾ ചെക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഷാജിക്ക് നമ്മൾ ചെക്ക് കൊടുക്കുമ്പോൾ ഷാജിയും ചെക്കും. ഷാജി ഇന്നലെ വരെ നമ്മൾ ഷാജിക്ക് കൊടുക്കാനുണ്ടായിരുന്ന ലൈബിലിറ്റി ആയിരുന്നു. കാരണം എന്താ കാര്യം? നമ്മൾ ഷാജിയുടെ ഒരു സാധനം വാങ്ങിച്ചു. അപ്പൊ ഷാജിയുടെ ഒരു സാധനം വാങ്ങിച്ചു. ഇപ്പോൾ നമ്മൾ ആ പറഞ്ഞ പൈസ കൊടുക്കുന്നത് വരെ ഷാജിക്ക് നമ്മൾ ചെക്ക് എഴുതി കൊടുക്കുകയാണ്. അപ്പൊ ഇന്നലെ വരെ ലൈബിലിറ്റി ആയിരുന്നു ഷാജി. ഷാജിക്ക് നമ്മൾ ചെക്ക് എഴുതി കൊടുക്കുമ്പോൾ ലൈബിലിറ്റി എന്ത് ചെയ്തു? കുറഞ്ഞു. ലൈബിലിറ്റി കുറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യും എന്നർത്ഥം. ലൈബിലിറ്റി ഡിക്രീസ് ചെയ്താൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ആരെ ഡെബിറ്റ് ചെയ്യാം? ഷാജി നമുക്ക് ഡെബിറ്റ് ചെയ്യാം. അപ്പൊ ഷാജീസ് അക്കൗണ്ട് നമുക്ക് ഡെബിറ്റ് ചെയ്യാം. എത്രയാണ് ഷാജീസ് അക്കൗണ്ടില്? 9200 രൂപ എന്ന് നമുക്ക് തൽക്കാലം എഴുതാം. ചെക്ക് ആയതുകൊണ്ട് എന്ത് നോക്കാം? ചെക്ക് എഴുതുന്നത് ഞാൻ പറയും. കാരണം അയാൾ ഈ ചെക്ക് കൊണ്ട് എവിടെ പോകണം? നമ്മുടെ ബാങ്കിൽ പോകണം. പൈസ ഇന്നല്ലെങ്കിൽ നാളെ എവിടെ കൊടുക്കൂ? ബാങ്ക്. അപ്പൊ ക്യാഷ് അതായത് ബാങ്ക് എടുക്കുന്ന ഈ ക്യാഷ് എന്ത് ചെയ്യും? കുറയും. കാരണം അയാൾ ചെക്ക് കൊണ്ട് വരുമ്പോൾ മാറിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ പൈസ കുറയും. 9200 രൂപ എന്ന് പറയുന്നത് ഷാജിക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ബാങ്കിലുള്ള പൈസ കുറയും, അസറ്റ് കുറവുണ്ടാവും. ബാങ്ക് എടുക്കുന്ന പൈസ അസറ്റ്. ആ അസറ്റ് കുറവുണ്ടായാൽ നമ്മുടെ അസറ്റ് കുറവുണ്ടായാൽ ക്രെഡിറ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക? നമ്മുടെ ബാങ്കിന് ക്രെഡിറ്റ് ചെയ്യും. ബാങ്കിന് ക്രെഡിറ്റ് ചെയ്യും. 9200 രൂപ ക്രെഡിറ്റ് ചെയ്യും. 9200 രൂപ ക്രെഡിറ്റ്. 9200 രൂപ ക്രെഡിറ്റ്. ക്രെഡിറ്റ് ആണ്. ഓക്കെ, അതോടെ തീരുന്നില്ല. ഡിസ്കൗണ്ട് കിട്ടി. കിട്ടുന്ന ഡിസ്കൗണ്ട് നമുക്ക് എന്താണ്? നമ്മൾ അനുവദിക്കുന്ന നഷ്ടം. ഡിസ്കൗണ്ട് നമ്മൾ ആദ്യം തന്നെ നമുക്ക് എന്താണ്? ഇൻകം. ഇൻകം എന്ത് ചെയ്തു? വർദ്ധിച്ചു. വർദ്ധിച്ചത് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ ഏത് ക്രെഡിറ്റ് ചെയ്യണം? ഡിസ്കൗണ്ട് നമുക്ക് ക്രെഡിറ്റ് ചെയ്യണം. എത്രയാണ് ഡിസ്കൗണ്ട്? 300 രൂപ. അപ്പൊ അങ്ങനെ എത്ര രൂപ ഈ ലൈബിലിറ്റി വീണ്ടും കുറയും? കാരണം 300 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പൊ 300 രൂപയുടെ ലൈബിലിറ്റി കുറയും. 9200 എന്നുള്ള എത്രയാണ്? 9500. 9500 ആവും. For every debit, there must be equal and corresponding credit ആണ്. ഡെബിറ്റിന് ക്രെഡിറ്റിന് എപ്പോഴും തുല്യവും വിപരീതമായിട്ടുള്ള ഡെബിറ്റ് ക്രെഡിറ്റ് തുല്യവും വിപരീതമായിരിക്കണം. എന്ന് പറഞ്ഞാൽ എത്ര ഡെബിറ്റ് ഉണ്ടോ അത്രയും രൂപയ്ക്ക് ക്രെഡിറ്റും കാണും. അപ്പൊ ഇത് നമ്മൾ അപേക്ഷ എന്താണ്? ഇഷ്യൂഡ് ചെക്ക് ടു ആർക്ക്? ഇഷ്യൂഡ് ചെക്ക് ടു ഷാജി ആൻഡ് ഡിസ്കൗണ്ട് അലൗഡ് എന്ന് എഴുതി വേണം ഇത് ചെയ്യാൻ. നമുക്ക് അത് ക്ലോസ് ചെയ്യാം. 23 അങ്ങനെയാണ്. ഷാജിക്ക് ചെക്ക് കൊടുക്കുന്നു. ഷാജി മേടിച്ചു കൊടുക്കുന്നു. ഷാജി എന്ന് പറയുന്നത് ലൈബിലിറ്റി കുറയുന്നു. ലൈബിലിറ്റി കുറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുക. അതുകൊണ്ട് ഷാജി ഡെബിറ്റ് ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഓർമ്മിച്ചാൽ മതി. കൊടുക്കുന്ന ചെക്കാണ്. പൈസ എപ്പോൾ പോകും? ബാങ്കിൽ പോകും. ബാങ്ക് എടുക്കുന്ന പൈസ നമുക്ക് സ്വത്താണ്. ആ സ്വത്ത് കുറയുന്നു. കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും. ഇനി ഞാൻ പറഞ്ഞ ഓർമ്മിച്ചാൽ ബാങ്ക് ക്രെഡിറ്റ് ചെയ്യാൻ ഏതിനെ ക്രെഡിറ്റ് ചെയ്യും? ഡിസ്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യും. ബാങ്ക് ഡെബിറ്റ് ആണെങ്കിൽ ബാങ്ക് ഡെബിറ്റ് ചെയ്യാൻ ഡിസ്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യും. ബാങ്ക് ക്രെഡിറ്റ് ചെയ്യാൻ ഡിസ്കൗണ്ട് ചെയ്യുന്നതോട് ഗ്രാമീണ കുഞ്ഞും പോലെയാണെന്ന് ഓർമ്മിച്ചോളുക. ഓക്കെ, അടുത്തത് ഡ്രൂ ക്യാഷ് ഫോർ പേഴ്സൺ. സ്വന്തം ആവശ്യത്തിന് വേണ്ടി പൈസ എടുത്തുകൊണ്ട് പോയി. വിഡ്രൂ ക്യാഷ് ഫോർ പേഴ്സൺ. സ്വന്തം ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താ വാക്ക്?
ഡ്രോയിങ്സ്. അത് നമ്മൾ പ്രത്യേകം ഓർമ്മിച്ചോളാം. ഡ്രോയിങ്സ് എന്നാണ് അർത്ഥം. ഡ്രോയിങ്സ്. അപ്പൊ സ്വന്തം ആവശ്യമായിട്ട് പൈസ എടുത്തോണ്ട് പോകുമ്പോൾ ആയിരത്തോട് ഓണർ ഒരു ലക്ഷം രൂപ കൊണ്ട് വന്നിട്ട് ഇപ്പോൾ ഒരു എന്താണ് ഒരു 1000 എടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ ലൈബിലിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതിനൊന്നും ചെയ്തു വർദ്ധിച്ചോ കുറഞ്ഞോ? കുറയുക. കാരണം 1 ലക്ഷം രൂപ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ 1000 എടുത്തോണ്ട് പോയി ക്യാപിറ്റൽ ചെയ്തു കുറഞ്ഞു. ക്യാപിറ്റൽ വാക്ക് ഉപയോഗിക്കില്ല. പകരം ഏത് വാക്ക് ഉപയോഗിക്കൂ? ഡ്രോയിങ്സ്. അതുകൊണ്ട് ഞാൻ ഡ്രോയിങ്സ് എന്നുള്ള വാക്ക് ഡെബിറ്റ് ചെയ്തു. ഡ്രോയിങ്സ് ഞാൻ ഡെബിറ്റ് ചെയ്തു. എന്താണ് കൊടുത്തത്? ക്യാഷ്. ക്യാഷ് ഒരു അസറ്റ് ആണ്. ഇരുന്ന ക്യാഷിന് എടുത്ത് കൊടുക്കുമ്പോൾ ക്യാഷ് എന്ത് ചെയ്തു? കുറയും. കുറയുകയും എന്ത് ചെയ്യുന്നു? അതിനെ ക്രെഡിറ്റ് ചെയ്യും. അതാണ് ഡ്രോയിങ്സ് അക്കൗണ്ട് ടു ക്യാഷ്. 1000. അടുത്തെന്താണ്? റിട്ടേൺഡ് ഗുഡ്സ് ടു ഷാജി. നിങ്ങൾ ഷാജിക്ക് സാധനം തിരിച്ചയച്ചു. നിങ്ങൾ ഷാജിക്ക് സാധനങ്ങൾ തിരിച്ചയക്കുമ്പോൾ പോയത് ഗുഡ്സ് വാങ്ങിച്ചുകൊണ്ട് പോയത് ആരാണ്? ഷാജി. നിങ്ങൾ വാങ്ങിച്ച സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ആർക്ക് കൊടുത്തു? ഷാജിക്ക് കൊടുത്തു. ഷാജിക്ക് കൊടുക്കുമ്പോൾ ഷാജി എന്ന് പറഞ്ഞ ആളുടെ ബാധ്യത അത്രയും രൂപയ്ക്ക് കുറയും. കാരണം കൊടുക്കാനുള്ള പൈസ നമ്മൾ സാധനം തിരിച്ചു കൊടുത്തുകൊണ്ട് അത്രയും പൈസ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഷാജി ഒരു ലൈബിലിറ്റി ആണ്. ആ ലൈബിലിറ്റി കുറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അയാളെ ഡെബിറ്റ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഷാജിയെ ഡെബിറ്റ് ചെയ്തു. ഷാജി അക്കൗണ്ട് എത്ര? 500 രൂപ ഡെബിറ്റ് ചെയ്തു. ഷാജി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. എന്താണ് ഷാജിക്ക് നിങ്ങൾ കൊടുത്തത്? ഗുഡ്സ് ആണ്. ഗുഡ്സ് എന്നുള്ള വാക്ക് എഴുതൂല. ഇത് റിട്ടേൺസ് ആണ്. വാങ്ങിച്ച സാധനങ്ങൾ തിരിച്ചു കൊടുത്തത്. അപ്പോൾ വിളിക്കുമ്പോൾ അതിന് പർച്ചേസ് റിട്ടേൺസ്. നമ്മൾ എഴുതുന്ന വാക്ക് എന്താണ്? പർച്ചേസ് റിട്ടേൺസ്. അപ്പോൾ ഷാജി ഡെബിറ്റ് ചെയ്യുക, പർച്ചേസ് റിട്ടേൺസ് ക്രെഡിറ്റ് ചെയ്യുക. പർച്ചേസ് ഡെബിറ്റ് ആണെങ്കിൽ പർച്ചേസ് റിട്ടേൺസ് ക്രെഡിറ്റ് ആയിരിക്കും. പർച്ചേസ് ഡെബിറ്റ് ആണ് എപ്പോഴും ചെയ്യുന്നത്, അതുകൊണ്ട് പർച്ചേസ് റിട്ടേൺസ് ക്രെഡിറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഗുഡ്സ് ആണ് പോകുന്നത്, അല്ലെങ്കിൽ ഗുഡ്സ് പോകുന്നതുകൊണ്ട് ഗുഡ്സ് വന്നാൽ ഡെബിറ്റ് ചെയ്യും, ഗുഡ്സ് പോയാൽ ക്രെഡിറ്റ് ചെയ്യും. ഏത് കൂടി വെച്ചാലും അത് ക്രെഡിറ്റ് ആണ് ഓർമ്മിച്ചുകൊള്ളുക. ഗുഡ്സ് എന്നുള്ള വാക്ക് എഴുതില്ല, പകരം പർച്ചേസ് റിട്ടേൺസ് എഴുതുക. ഓക്കെ. അടുത്തത് ഡ്രൂ ചെക്ക് ഫോർ പേഴ്സണൽ യൂസ്. ചെക്ക് എഴുതി കൊണ്ടുപോയി സ്വന്തം ആവശ്യം.